Dear students, so this is the second part of the story, Amnesty. നമ്മൾ ഇതിൻ്റെ രണ്ടാം ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഭാഗം ഉണ്ടല്ല, ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗമാണ്. ഓക്കെ, ആംനസ്റ്റി. അപ്പോൾ നേരത്തെ എന്താ പറഞ്ഞത്, വീട്ടിലെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ കുട്ടിയുടെ അല്ലേ, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഇനി പറയുന്നത് കാര്യമായിട്ട് ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2 ബ്രദേഴ്സുകൾ പുറത്തായിരുന്നു, അവരും തന്നെ ക്യാഷ് അയച്ചിരുന്നില്ല. അതുകൊണ്ട് ഇവരുടെ ഭർത്താവ് അല്ലേ, എന്താണ് ഫിയാൻസ്, അവിടെ പോയപ്പോൾ അവരെ പിന്നെ കാണാൻ പോകാൻ പോലും സാധിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി നെക്സ്റ്റ്. When I saw him in the court, he looked beautiful in a blue suit with a striped shirt and brown tie. പിന്നെ ഒരിക്കൽ കോർട്ടിൽ പോയാണ് അയാളെ കാണാൻ വേണ്ടി. അന്ന് നല്ല ലുക്കിലാണ് അയാളുള്ളത് അല്ലേ, നല്ല ബ്ലൂ സ്യൂട്ടൊക്കെ ധരിച്ച് സ്റ്റിപ്ഡ് ഷർട്ട്, ഇങ്ങനെ വരയുള്ള ഷർട്ടൊക്കെ ധരിച്ചിട്ടുള്ളൊരു ടൈ ഒക്കെ കിട്ടിയുള്ള ആൾ. All that used his comrades, he said, were well dressed. The union brought the clothes so that the judge and the prosecutor would know they were not dealing with a stupid bus black men who did not know their rights. അപ്പോൾ എന്താ സംഭവം, ഇങ്ങനെ ഡ്രസ്സ് ധരിക്കാൻ ഒരു കാരണമുണ്ട്. ഈ ഡ്രസ്സ് അവരുടെ ഡ്രസ്സല്ല, അവർക്ക് യൂണിയൻ വാങ്ങിക്കൊടുത്ത. എന്താ കാര്യം എന്നറിയാമോ, ജഡ്ജിൻ്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ നല്ല ലുക്കിൽ വരണം. കാര്യം ഇവർ സാധാരണ വളരെയധികം അധസ്ഥരായിട്ടുള്ള വിഭാഗത്തെ അല്ല അവർ കൈകാര്യം ചെയ്യുന്നത്. ഇവർ കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അല്ലേ, ഇവർക്ക് നല്ല കാര്യങ്ങൾ ഇതിന് ബോധമുണ്ട്, റൈറ്റ്സിനെ കുറിച്ചൊക്കെ അറിയാം എന്നൊക്കെ ജഡ്ജിയെ തോന്നിപ്പിക്കാൻ വേണ്ടി ഇവരുടെ യൂണിയൻ എന്ത് ചെയ്തു, അവർ പിരിവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആൾക്കൊക്കെ നല്ല ഡ്രസ്സൊക്കെ, കാരണം ഇവർ യൂണിയൻ്റെ നേതാക്കളാണല്ലോ, നേതാക്കൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കണം യൂണിയനിലുള്ള ആളുകൾ. അങ്ങനെയാണ് അയാളുടെ നല്ല ഡ്രസ്സിൽ വന്നതെന്ന് ഇവർ പറയണം. These things and everything else about the court and trial he explained to me when I was allowed to visit him in jail. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ജയിൽ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു. Our little girl was born while the trial went on, and when I brought the baby to court the first time to show him, his comrades hugged him and then hugged me across the barriers of the prisoner's dock, and they had clubbed together to give me some money as a present for the baby. He chose the name for her Inkululeko. ഇത് ആഫ്രിക്കൻ പേരാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് സംഭവം, അങ്ങനെ ഒരിക്കൽ പിന്നെ ഇവർ പോകണം. പക്ഷെ അതിനിടയിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് അവർക്ക് അല്ലെ, കല്യാണം കഴിഞ്ഞില്ല. ആ ഒരു സിസ്റ്റം അവിടെയൊക്കെ ഉണ്ട്. പിന്നീടാണ് കുട്ടിക്കായതിന് ശേഷം അവർ ഔദ്യോഗികമായിട്ട് കല്യാണം കഴിക്കാറുള്ളത്. അതുവരെ എൻഗേജ്മെൻറ്റിലാണ് അവർ പോകാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ പിന്നെ ഈ കുട്ടിയുമായിട്ട് എന്ത് ചെയ്യാണ്, ഈ ജയിൽ സന്ദർശിക്കണം, ഇയാളെ സന്ദർശിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ആ സമയത്ത് കുട്ടി ജനിക്കുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ കുട്ടിയെ കാണിക്കാൻ കൂടിയാണ്, കുട്ടി ഇയാൾക്ക് കാണിച്ചു കൊടുക്കാൻ കൂടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവർ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ജയിലിലുള്ള മറ്റാളുകളൊക്കെ അദ്ദേഹത്തെ ഹഗ് ചെയ്തു, പിന്നെ അവർ എന്നെ ഹഗ് ചെയ്തു. മാത്രമല്ല കുട്ടിക്ക് വേണ്ടി അവരെന്ത് ചെയ്തു, ഒരു ക്യാഷൊക്കെ അവിടെ കളക്ട് ചെയ്തിട്ട് കുട്ടിക്കൊരു പ്രസൻറ്റ്, ഒരു സമ്മാനം ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു, എന്നെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ ജയിലിൽ വെച്ചിട്ട് ഇയാളെ കുട്ടിക്ക് പേരിടണം അല്ലേ, ആ പെൺകുട്ടിയാണ്. ആ പേരാണ് നേരത്തെ പറഞ്ഞത്, എന്താണ്, ഇൻകുലുലേക്കോ. അപ്പോൾ അങ്ങനെ പേരാണ് ഇട്ടിട്ട്. ഓക്കെ, then the trial was over and he got 6 years. He was sent to the island. We all knew about the island. Our leaders had been there so long, but I have now seen the sea except to color it in blue at school when I could not imagine a piece of earth surrounded by it. അങ്ങനെ പക്ഷേ പിന്നെ ട്രയൽ കഴിഞ്ഞു, അതായത് വിചാരണ കഴിഞ്ഞു അല്ലേ. അപ്പോൾ എത്ര വർഷം കിട്ടിയത്, അതായത് ഇവരുടെ ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞൊരു 3 വർഷം കഴിയുമ്പോഴാണ് കല്യാണം കഴിക്കാതിരിക്കുന്ന സമയത്തുള്ള ജയിൽ അടക്കുന്നത്. പിന്നെ 6 വർഷത്തെയൊക്കെ ഇയാൾ ശിക്ഷ വിധിക്കുകയാണ് അല്ലേ. ശിക്ഷ എന്തായിരുന്നു, 6 years ആണ്. പിന്നെ എങ്ങോട്ടാണ് പറഞ്ഞേക്കുന്നത്, അതൊരു ഐലൻഡിലേക്കാണ്, ദ്വീപിലേക്കാണ് പറഞ്ഞേക്കുന്നത്. അവിടെയാണ് ജയിലുള്ളത്. ആ ഐലൻഡിനെ കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ അറിയാം, കാരണം ഞങ്ങളുടെ പഴയ നേതാക്കന്മാരൊക്കെ പറഞ്ഞിച്ചതും അതേ ജയിലിലേക്കാണ്. വലിയ വലിയ നേതാക്കന്മാരൊക്കെ പറഞ്ഞേക്കുന്നത് ഈ ഐലൻഡിലുള്ള ജയിലിലേക്കാണ്. അവിടെ പോയിട്ട് എന്താണ്, ബട്ട് ഐ ഹാവ് നൗ സീ ഇൻ ദ സീ. പക്ഷേ ഇവർ ഒരിക്കൽ ജീവിതത്തിൽ ഇതുവരെ കടൽ കണ്ടിട്ടില്ല. ഐലൻഡ് എന്ന് പറയുമ്പോൾ കടലിൻ്റെ മധ്യത്തിലാണല്ലോ ഉണ്ടാകുക. അപ്പോൾ 4 ഭാഗം ചുറ്റപ്പെട്ടതാണ് ഐലൻഡ് അല്ലേ, 3 ഭാഗമാണെങ്കിൽ പെനിൻസുല, അങ്ങനെയുള്ള പറയാം. അപ്പോൾ സീ എക്സെപ്റ്റ് ടു കളർ ഇറ്റ് ഇൻ ബ്ലൂ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ ബ്ലൂ കളറിൽ കാണിക്കാം കടലിൻ്റെ നിറം എന്നുള്ള ആ കളർ മാത്രമാണ് എൻ്റെ ഭാവനയിലുള്ള കളർ. എന്ന് പറഞ്ഞാൽ സ്കൂളിലെ പുസ്തകത്തിൽ മാത്രമേ കളർ എന്ത് കണ്ടിട്ടുള്ളൂ, കടലിനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭൂമിയുടെ തുണ്ട്, അതായത് പീസ് ഓഫ് എർത്ത് അല്ലേ, ഒരു ചെറിയ ഭൂമിയുടെ ഭാഗം ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് എൻ്റെ ഇമാജിനേഷനിൽ മാത്രമുള്ള കാര്യമാണ്. ദ്വീപ് എന്ന് പറഞ്ഞാൽ 4 ഭാഗം വെള്ളമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. I could only think of cake of dung dropped by the cattle floating in a pool of rain water that closed water, showing the sky like a looking glass blue. അപ്പോൾ എനിക്കാകെ ചിന്തിക്കാൻ പറ്റുന്നത് ഒരു പിന്നെ ചാണകത്തിൻ്റെ ഒരു കേക്ക് ഓഫ് ഡങ് ആണെങ്കിൽ അങ്ങനെ ചാണകമാണ് അല്ലേ, ചാണകത്തിൻ്റെ ഭാഗമാണ്.
ഡ്രോപ്ഡ് ബൈ ദ കാറ്റിൽ. അപ്പോൾ അതാണ് എൻ്റെ ഭാവനയിലുള്ളൊരു ഒരു സംഭവം അല്ലേ. ഫ്ലോട്ടിങ് ഇൻ എ പൂൾ ഓഫ് റെയിൻ വാട്ടർ ദ ഔട്ട് ക്രോസ്. ഇങ്ങനെ അതായത് വെള്ളത്തിലിങ്ങനെ പിന്നെ ഉണങ്ങിക്കിടക്കുന്ന ഒരു ചാണകം ഒഴുകി പോകുമ്പോൾ ചുറ്റുഭാഗത്ത് വെള്ളം കാണുന്ന ആ ഒരു ഇമാജിനേഷനാണ് ഈ ഐലൻഡ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പറയണം. പിന്നെന്താണ്, ആകാശത്ത് നോക്കുമ്പോൾ കാണുന്ന ആ ബ്ലൂ കളർ, ഇത് രണ്ടും കൂടിയിട്ടാണ് ഞാൻ എൻ്റെ ആ ദ്വീപിൻ്റെ ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുത്തത്. ഇറ്റ് വാസ് ashamed only to think that he had told me how the glass walls showed the pavement, trees and the other buildings in the street, and the cars and the clouds as the crane lifted him on a platform higher and higher through the sky to work at the top of building. പിന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയും. അങ്ങനെ അയാളിങ്ങനെ ലിഫ്റ്റൊക്കെ കാരണം ഈ ഗ്ലാസ് ബിൽഡിങ്ങിൽ വെക്കുന്ന ജോലി ആയതുകൊണ്ട് ഇയാളിങ്ങനെ പൊക്കി കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ താഴെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നതിൻ്റെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇയാൾ ആരോട് വിവരിക്കുമായിരുന്നു? ഈ ഭാര്യയോട് വിവരിക്കുമായിരുന്നു. ഹി വാസ് അലൗഡ് 1 letter a month. അങ്ങനെ പക്ഷേ ഈ ജയിലിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ കത്ത് വായിക്കുന്നതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അവിടെ നിയന്ത്രണങ്ങളുണ്ട്. എല്ലാ ദിവസവും ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ കത്തൊന്നും അയക്കാൻ പറ്റില്ല. അന്ന് ഫോണില്ലാത്തതുകൊണ്ട് കത്തുകളാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു മാസത്തിലൊരു ലെറ്റർ എന്നുള്ളതാണ് രീതി. ഇറ്റ് വാസ് മൈ ലെറ്റർ ബിക്കോസ് ഹിസ് പാരൻസ് ഡിഡ് നോട്ട് നോ ഹൗ ടു റൈറ്റ്. I used to go to them where they worked on near the farm to ask what message they wanted to send. The mother always cried and put her hands on her head and said nothing. And the old man who preached to us in the Welt every Sunday said, "Tell my son we are praying God will make everything all right for him." Once he wrote back, "That is the trouble. The people on the farms, they are told God will decide what's good for them so that they won't find the force to do anything to change their lives." വളരെ വിഷയം ഈ കത്തയക്കുക എന്നുള്ളതാണ്. ഈ കത്തയക്കുന്ന പ്രശ്നം മാസത്തിൽ ഒരിക്കലും അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിലാർക്കും വായിക്കാനൊന്നും എഴുതാനൊന്നും അറിയില്ല. അപ്പോൾ ഇവർ തന്നെ എഴുതുക, ഈ പെൺകുട്ടി തന്നെ എഴുതുക. പിന്നെ ഇയാളുടെ അച്ഛനും അമ്മയും തൊട്ടടുത്തുള്ള ഫാമിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവരോട് ചോദിക്കും, എന്തൊക്കെയാണ് ഞാൻ തിരിച്ചെഴുതാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മോനോടെന്ന് ചോദിക്കും. അതവിടെ ഇയാളുടെ അച്ഛനോട് അമ്മയോട്. അപ്പോൾ അമ്മ തലയിൽ കൈവച്ച് കരയും അല്ലേ. അച്ഛനാണെങ്കിൽ എന്ത് പറയും, ഞാൻ എല്ലാ ദിവസവും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മാത്രം അവനോട് പറയാമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പറയും. അപ്പോൾ അതൊക്കെ കത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ പിന്നെ ഒരിക്കൽ അദ്ദേഹം തിരിച്ച് എഴുതാണ് അല്ലേ. once he wrote back, that is the trouble, our people on the farm. അപ്പോൾ തിരിച്ചിങ്ങനെ കത്തുന്നു. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കൊന്നും ഈ ഒരു സമരം ചെയ്തുകൊണ്ടുള്ള മോചനമൊന്നും വേണമെന്ന് ആഗ്രഹിക്കില്ല. അവരുടെ അഭിപ്രായത്തിൽ ദൈവം എന്തായാലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാലം വരുത്തും അല്ലേ എന്നുള്ള, നമ്മൾ സമരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമുക്ക് എങ്ങനെയും ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസമുള്ള ആളുകളായിരുന്നു ഫാമിലി ആളുകൾ. ആഫ്റ്റർ 2 years had passed, with parents and I had saved up enough money to go to Cape Town to visit him. We went by train and slept on the floor at the station and asked the way next day to the ferry. People were kind. They all knew that if you want the ferry, it was because you had somebody of yours on the island. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, ഇയാളെ കാണാൻ തീരുമാനിക്കുകയാണ്. ഇയാളെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി കുറച്ച് ക്യാഷൊക്കെ ഞങ്ങൾ സ്വരൂപിച്ചു. അങ്ങനെ കേപ്പ് ടൗണിലാണ്, അപ്പോൾ കേപ്പ് ടൗൺ എന്നുള്ള ഐലൻഡിലാണ് ഇയാളുള്ളത്, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, അങ്ങോട്ട് പോകണമെങ്കിൽ ആദ്യം ട്രെയിൻ കയറണം അല്ലേ. അങ്ങനെ ട്രെയിനിൽ കയറാണ് ഞങ്ങൾ. ട്രെയിനിൽ നിന്ന് ഫ്ലോറിലൊക്കെ കിടന്നു വാങ്ങിയിട്ട് സ്റ്റേഷനിലൊക്കെ കിടന്നു വാങ്ങിയിട്ടാണ് പോകുന്നത്. ചെറിയ ക്യാഷ് വരെ കയ്യിലുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ എന്ത് ചെയ്യാണ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫെറിയിൽ, അതായത് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് വേണം പിന്നെ ഐലൻഡിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ആ ഭാഗത്ത് നിൽക്കുന്ന ആളൊക്കെ ഇവരെ കാണാനുള്ള ആൾക്കാർ, ആ ഐലൻഡിൽ ഇത് മാത്രമേ ഉള്ളൂ, ജയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് എല്ലാവർക്കും മനസ്സിലായി ഇവരെ കാണാനുള്ള ആളുകളാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ അല്ലേ ദയാപരമായിട്ടാണ് പെരുമാറിയതെന്ന് പറയണം. ആൻഡ് there was the sea. അങ്ങനെ ഇവരാദ്യമായിട്ട് ജീവിതത്തിൽ എന്ത് കാണാണ്, കടൽ കാണാണ്. ഇറ്റ് വാസ് ഗ്രീൻ ആൻഡ് ബ്ലൂ. അപ്പോഴാണ് പറയുന്നത് ഗ്രീൻ ആൻഡ് ബ്ലൂ കൂടിയതാണ്. ക്ലൈമ്പിങ് ആൻഡ് ഫോളിങ് അല്ലേ. ക്ലൈമ്പിങ് ആൻഡ് ഫോളിങ്ങിൻ്റെ തലമാരയൊക്കെ വേവ്സിനെ കുറിച്ച് പറയണം. ക്ലൈമ്പിങ് ഉയർന്നു വരുന്നത്, താഴോട്ട് വീഴുന്നത്, അതാണ് ക്ലൈമ്പിങ് ആൻഡ് ഫോളിങ്. അതാണ് ദാറ്റ് മീൻസ് വേവ്സ്. ബേസ്റ്റിംഗ് വൈറ്റ് ഓൾ ദ വേ ടു ദ സ്കൈ. പിന്നെന്താണ് ബേസ്റ്റിംഗ് വൈറ്റ്, പിന്നെ നിറഞ്ഞു പൊന്തുന്ന പദം ഉണ്ടല്ലോ, അതാണ് വൈറ്റ്. ഓൾ ദ വേ ടു, അങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു കൊണ്ടിരിക്കുകയാണ്. A terrible wind was slapping it this way and that. It hid the island, but people like us, also waiting for the ferry, pointed to where the island must be, far out in the sea that never thought would be like it really was. കുറേ ദൂരത്തേക്ക് പോകുമ്പോൾ ഐലൻഡ് കാണാം, പക്ഷേ ഈ തിരമാലകൾ കൊണ്ട് പലപ്പോഴും ഐലൻഡിനെ മറച്ചു എന്നവർ പറയണം അല്ലേ. ഉയർന്നു പൊങ്ങുന്ന തിരമാലകൾ ഐലൻഡിനെ ഞങ്ങളെ കണ്ണിൽ നിന്ന് മറച്ചു എന്നവർ പറയണം. അത് പക്ഷേ അവിടെ ആയിരിക്കാം ഐലൻഡ് എന്നുള്ളത് അവരെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. There were other boats and ships as big as buildings that go to other places.
all over the world, but the ferry is only for the island. It does not go anywhere else in the world, only to the island. There were another പിന്നെ മറ്റു ബോട്ടുകളൊക്കെ ഉണ്ട് അല്ലേ, ആൻഡ് ഷിപ്സ്, വലിയ ഷിപ്പുകളുണ്ട്. ബിഗ് ആസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ആദ്യ കാഴ്ചയാണ്, വലിയ ഷിപ്പ് കാണുന്നുണ്ട്, ബിൽഡിങ്ങിന് എത്ര വലിപ്പമുള്ള ഷിപ്പുകൾ. മറ്റൊരു അങ്ങോട്ട് പോകാൻ നിൽക്കുന്നതാണ്, ആൾ ഓവർ ദ വേൾഡ്. ബട്ട് ദ ഫെറി ഈസ് ഓൺലി, പക്ഷേ അങ്ങോട്ട് പോകുന്ന ഫെറി ചെറിയ ബോട്ട് ഇങ്ങോട്ട് മാത്രമല്ല, ഐലൻഡിലേക്ക് മാത്രമല്ല. ഇറ്റ് ഡസ് നോട്ട് ഗോ എനിവർ എൽസ്, മറ്റെങ്ങോട്ടും പോകുന്നില്ല, കാരണം ആകെ കേപ്പ് ടൗണിലേക്കുള്ളൊരു ഫെറി, ബാക്കിയുള്ളൊക്കെ കപ്പലുകളാണ്, തുറമുഖമാണ്. ഓൺലി ടു ദ ഐലൻഡ്. സോ എവരിബഡി വാസ് വെയിറ്റിംഗ് for the island. There could be no mistake. We were not in the right place. We had sweets and biscuits, trousers, and a warm coat for him. A woman standing with us said we would not be allowed to give him the clothes. പക്ഷെ ഞങ്ങളുടെ കയ്യിലൊന്നുണ്ടായിരുന്നു അയാൾക്ക് കൊടുക്കാൻ ബിസ്ക്കറ്റുകൾ, സ്വീറ്റ്സ്, മിഠായികൾ, ബിസ്ക്കറ്റ്, ട്രൗസർ നമ്മൾ പറയുന്ന അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ട്രൗസേഴ്സ് കേട്ടോ. പാൻസ് എന്ന് നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷാണ്. അപ്പോൾ അതിൻ്റെ അതേ മീനിങ് വരുന്നതാണ് ട്രൗസേഴ്സ്. അതിൻ്റെ അർത്ഥം പാൻസ് തന്നെയാണ്. അവർ ബ്രിട്ടീഷുകാർ ട്രൗസേഴ്സ് എന്നാണ് പാൻസിന് പറയാറുള്ളത്. അപ്പോൾ ട്രൗസേഴ്സ്. ആൻഡ് ഐ വാസ് നോട്ട് വെയറിങ് എനി മോർ. അപ്പോൾ പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ ഒരാൾ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത് നിൽക്കുന്ന സ്ത്രീ പറഞ്ഞു, ക്ലോത്ത് ഒന്നും കൊടുക്കാൻ അവർ സമ്മതിക്കാറില്ല. നമ്മൾ എന്താ ചെയ്യുക, ജയിൽ പുള്ളികൾക്ക് ബന്ധുക്കൾ കൊണ്ടെടുക്കാൻ പാടില്ല, ക്ലോത്ത് കൊടുക്കാൻ പാടില്ല എന്ന നിയമം. ആൻഡ് ഐ വാസ് നോട്ട് വെയറിങ് എനി മോർ ദ ഓൾഡ് ബെററ്റ് പുൾ ഡൗൺ ഓവർ മൈ ഹെഡ് that farm girls wear. I had brought relaxer cream for the man who comes around the farm selling things out of a box on his bicycle, and my hair was combed up thick under a flowered scarf that did not cover the gold colored rings in my ears. പിന്നെ അവരുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചൊക്കെ പറയണം, അവർ വാങ്ങിയ വസ്തുക്കളെക്കുറിച്ച്. ഈ അതായത് ഫാമിലേക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്ന ആളുകളുണ്ട്, ബൈസിക്കിളിൽ ബോക്സിലാക്കി സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾ, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അല്ലേ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ വിവരണങ്ങളുള്ളത്. പിന്നെ അവർ ധരിച്ച വസ്ത്രങ്ങളെക്കുറിച്ച്. സ്കാഫ് ദാറ്റ് ഡിഡ് നോട്ട് കവർ ദ ഗോൾഡ് കളർഡ് റിങ്സ്. അപ്പോൾ ഗോൾഡ് കളർഡ് റിങ് ഉണ്ട്, അതിനെ പിന്നെ മറക്കാത്ത രൂപത്തിലുള്ള സ്കാഫ് ധരിച്ചു എന്നൊക്കെ പറയണം. ഹിസ് മദർ ഹാഡ് ഹെർ ബ്ലാങ്കറ്റ് ടൈഡ് റൗണ്ട് ഹെർ വേസ്റ്റ് ഓർ ഹെർ ഡ്രസ്. എ ഫാം വുമൺ, ബട്ട് ഐ ലുക്ക് ജസ്റ്റ് ആസ് ഗുഡ് ആസ് എനി ഓഫ് ദ അതർ ഗേൾ. അപ്പോൾ പക്ഷേ ഞാൻ പരമാവധി നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ടില്ല. അയാളുടെ അമ്മ അല്ലേ, അയാളുടെ അമ്മ എന്താണ്, ഒരു ബ്ലാങ്കറ്റൊക്കെയാണ്, എന്താണ് അറൗണ്ട് ഹെർ വേസ്റ്റിൽ, അതായത് അരയിൽ ഒരു ബ്ലാങ്കറ്റൊക്കെ ചുറ്റിയിട്ട് കുറച്ച് കട്ടിയുള്ള വസ്ത്രമാണ്. പക്ഷെ ഞാൻ അവിടെ കൂടി നിൽക്കുന്നതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഞാൻ തന്നെ എനിക്ക് തോന്നി മറ്റുള്ളവരെ കണ്ടപ്പോൾ. When the ferry was ready to take us, we stood all pressed together and quite like the cattle waiting to be led through the gate. ഞങ്ങൾ തെക്കും തിരക്കും കൂടാണ്. അങ്ങനെ ആ ഫെറിയിലേക്കുള്ള പ്രവേശനത്തിലേക്ക് ഗേറ്റ് തുറന്നപ്പോൾ എല്ലാവരും തിരക്കൂട്ടാണ് അല്ലേ. അതായത് ഈ കന്നുകാലികളെ കൊണ്ടുപോകാൻ വേണ്ടി ഗേറ്റ് തുറക്കുമ്പോൾ കന്നുകാലികൾ തിരക്കൂട്ടാറുണ്ട് ആ ഗേറ്റിനുള്ളിലൂടെ ചാടാൻ. എന്ന പോലെ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഒന്ന് തിരക്കൂട്ടി പോകണം. വൺ മാൻ കെപ്റ്റ് ലുക്കിംഗ് അറൗണ്ട് വിത്ത് ഹിസ് ചിൻ മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ. ഹി വാസ് കൗണ്ടിങ്. അപ്പോൾ ഒരാളിങ്ങനെ നോക്കുമ്പോൾ അയാൾ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തടിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്ന മേലോട്ടും താഴോട്ടും വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി എന്താണ്, ഇയാളിങ്ങനെ ഈ ഫ്രൈയിലേക്ക് കയറ്റുന്ന ആൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഹി മസ്റ്റ് ഹാവ് ബീൻ ഫ്രൈഡ് ദർ വർ ടു മെനി ടു ഗെറ്റ് ഓൺ ആൻഡ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. We all moved up to the policeman in charge and everyone ahead of us went on to the boat. But when our turn came, he put out his hand for something. I did not know what. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കയറ്റി വിട്ടു. അവസാനം ഞങ്ങൾ വരികയാണ്, ഞങ്ങളാണ് പിന്നീട് കയറാനുള്ളത്. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ അയാൾ കൈ കൊണ്ട് തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, എന്തിനോ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ടു അല്ലേ, എന്തിനോ വേണ്ടി ഞങ്ങളോട് അയാളുടെ കൈ നീട്ടി, ഞങ്ങൾക്ക് ചോദിച്ചുകൊണ്ട് കൈ നീട്ടി. പക്ഷേ എനിക്ക് എന്തിനാണെന്ന് മനസ്സിലായില്ല. We did not have a permit. We did not know that before you come to Cape Town, before you come to the ferry for the island, you have to have a police permit to visit the prisoner on the island. I tried to ask him nicely. The wind blew the voice out of my mouth. പറയാണ് എന്താ പ്രശ്നം പറ്റി, എല്ലാവരുടെ കയ്യിലും പെർമിഷൻ ഉണ്ട്, ഒരു പെർമിറ്റ് കിട്ടാനുണ്ട്. ആ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രിസണേഴ്സിനെ സന്ദർശിക്കാൻ അനുവാദമുള്ളൂ. അത് എവിടുന്ന് വാങ്ങണം, ഈ കേപ്പ് ടൗണിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വാങ്ങി വെക്കണം. അങ്ങനത്തെ പ്രവേശനമുള്ളൂ. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് യാചിക്കാൻ വേണ്ടി അല്ലേ, ഇവർ വാങ്ങി വെച്ചില്ല, ഇവർക്ക് അറിയില്ലായിരുന്നു അത്. പക്ഷേ എൻ്റെ വായിൽ നിന്ന് ശബ്ദം വന്നില്ല. എന്തുമാത്രം ദ വിൻഡ് അല്ലേ, പകരം ഒരു കാറ്റാണ് വന്നത്. അത്രയും പ്രയാസപ്പെട്ട് അവിടെ എത്തിയിട്ട് പോകാൻ പറ്റാത്തുള്ള വിഷമം കൊണ്ട് അവർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല എന്ന് പറയണം. വി വർ ടേൺഡ് അവേ, ഞങ്ങളെ മടക്കി അയച്ചു. വി സോ ദ ഫെറി റോക്ക് ബമ്മിങ് ദ ലാൻഡിങ് വേർ വി സ്റ്റുഡ് moving lifted and topped by all the water getting smaller and smaller until we did not know we were really seeing one of the birds that looked
ടിപ്പിങ് അപ്പ് ആൻഡ് ഡൗൺ ഔട്ട് ദർ. പിന്നെ ഞങ്ങളിങ്ങനെ കാണുന്നത് കാഴ്ച ആ ആ ബോട്ട് ഫെറി ഞങ്ങളിൽ നിന്ന് അങ്ങനെ അകന്നു പോകുന്നതാണ്. എന്താണ്, ഒരു പക്ഷി ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താന്ന് പോകുന്ന പോലെ, അല്ലെ, മുങ്ങുകയും പിന്നീട് പറക്കുകയും പിന്നീട് അങ്ങനെ പോകുന്ന പോലെ ആ തിരമാലകൾക്ക് ഉള്ളിലൂടെ അതിനെ ഭേദിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ബോട്ടിനെ ഞങ്ങൾ ദൂരെ നിന്ന് നോക്കി കണ്ടു എന്ന് പറയുകയാണ്. കാരണം അത് നോക്കിക്കാണാൻ മാത്രമേ അവർക്ക് സാധിച്ചിട്ടുള്ളൂ, കാരണം പറ്റാത്തതിൽ നിരാശയാണ്. ദ ഓൺലി ഗുഡ് തിങ് വാസ് വൺ ഓഫ് ദ അതർ പീപ്പിൾ ടുക്ക് ദ സ്വീറ്റ്സ് ആൻഡ് ബിസ്ക്കറ്റ് ഫോർ ഹിം. He wrote and said he got them, but it was not a good letter. Of course not. He was cross with me. I should have found out. I should have known about the permit. He was right. I bought the train tickets. I asked where to go to the ferry. I should have known about the permit. I have passed standard 8. There was an advice office to go to in town. The churches ran it. He wrote, but the farm is so far from town. We own the farms don't know about these things. It was, as he said, our ignorance is the way we are kept down. This ignorance must go. അപ്പോൾ അദ്ദേഹം പിന്നെ എന്ത് ചെയ്യാണ്, നേരത്തെ പറഞ്ഞു ഇവരെ കയ്യിലുണ്ടായിരുന്ന സ്വീറ്റ്സ്, ഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ, ഇവരെ കയറ്റാൻ പറ്റാതിരുന്നപ്പോൾ ഇവരെ കയ്യിലുണ്ടായിരുന്ന അദ്ദേഹത്തിന് വാങ്ങി വെച്ചിരുന്ന സ്വീറ്റ്സും ബിസ്ക്കറ്റൊക്കെ ഇവർ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കത്ത് വരികയാണ്. കത്തിൽ പറഞ്ഞു എനിക്ക് എല്ലാ വസ്തുക്കളും കിട്ടി, പക്ഷേ അദ്ദേഹം എന്തെങ്കിലും എന്നെ ശകാരിച്ചു. എന്താ കാര്യം, ഇതൊക്കെ ചെയ്തതിന് എനിക്ക് എന്തറിയണമായിരുന്നു, പെർമിറ്റ് എടുക്കണം എന്നുള്ള കാര്യം നീ പഠിക്കണമായിരുന്നു, നീ അത് അറിഞ്ഞില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് അദ്ദേഹം അതിൽ പറഞ്ഞു എന്നുള്ള, അല്ലേ, എന്നെ ക്രോസ് ചെയ്യണം അദ്ദേഹം. എന്താ പറഞ്ഞത്, ഷുഡ് ഹാവ് ഫൗണ്ട് ഔട്ട്, നീ എന്തുകൊണ്ടത് കണ്ടെത്തിയില്ല എന്നുള്ളതാണ്, അല്ലേ, എന്തുകൊണ്ട് കണ്ടില്ല, നീ എന്തുകൊണ്ടത് മനസ്സിലാക്കിയില്ല എന്നുള്ളൊക്കെ ചോദ്യമാണ്. അപ്പോൾ ഇവർ പറയണ, അയാൾ പറഞ്ഞു ശരിയാണ്, കാര്യം ഈ ടിക്കറ്റൊക്കെ ഞാൻ തന്നെ പോയി എടുത്തത്, ഫെറി എത്തും വരെയുള്ള വഴി ഞാൻ തന്നെ അന്വേഷിച്ചത്, പക്ഷേ അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഇതും കൂടി അറിയണമായിരുന്നു. ഇത് ഇഗ്നറൻസ് ആണ്, അജ്ഞതയാണ്. ഒരു 8ാം ക്ലാസ് വരെ പഠിച്ച കുട്ടി ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്കതും അറിയണമായിരുന്നു. അതിൻ്റെ ഓഫീസും കാര്യങ്ങൾ ചർച്ചിൻ്റെ കീഴിലാണ് ഇത് ഉണ്ടായിരുന്നത്, അപ്പോൾ അവിടെ പോയിട്ടത് വാങ്ങണമായിരുന്നു എന്ന് അദ്ദേഹം പറയണം. അങ്ങനെ ഏതായാലും ഈ ഇഗ്നറൻസ്, അവർ ഇഗ്നറൻസ് ഇസ് ദ വേ വി ആർ കെപ്റ്റ് ഡൗൺ, ദിസ് ഇഗ്നറൻസ് മസ്റ്റ് ഗോ. അപ്പോൾ ഇതാണ് നിങ്ങളെ പ്രശ്നം, അല്ലേ, അജ്ഞതയാണ്, ഇതെന്ത് ചെയ്യണമെന്ന് അറിയാത്ത കാര്യങ്ങളാണ്. ഈ ഇഗ്നറൻസ് പോകണം, അന്ന് കാലത്തെ നമുക്കൊന്നുണ്ടാവുള്ളൂ. അങ്ങനെ സമയം വരുമ്പോഴാണ് ഈ ബ്ലാക്കിന് മോചനം ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. We took the train back and we now went to the island. Never saw him in the 3 more years he was there. Not once. We could not find the money for the train. His father died and I had to help his mother from my pay. For our people, the worry is always money. I wrote, when will we have money? Then he sent such a good letter. That's what I am on the islands for. Forever from you, I am here so that one day our people will have the things they need, land, food, the end of ignorance. There was something else. I could just read the word power. The prison had blacked out. All these letters were not just for me. The prison officer read them before I could. എന്താ പറയുക, അങ്ങനെ പിന്നെ എന്ത് ചെയ്യണം, തിരിച്ച് ഇവർ പിന്നെ ട്രെയിനിൽ കയറി വീട്ടിലേക്ക് എത്താണ്, അല്ലേ. നർവസോ, പിന്നീട് അടുത്ത 3 വർഷം അദ്ദേഹത്തിനെ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം പറയണം എന്തുകൊണ്ട് പിന്നെ കാണാൻ പോകാതിരുന്നുള്ള. ഒന്നാമത്തെ കാര്യം എന്താണ്, വി കുഡ് നോട്ട് ഫൈൻഡ് മണി, അല്ലേ, ക്യാഷ് ഉണ്ടായിരുന്നില്ല പോകാനുള്ള. പിന്നെ മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അയാളുടെ മരിച്ചു. അച്ഛന് മരിച്ച സമയത്ത് പിന്നെ അമ്മ ഒറ്റക്കാണ്, അല്ലേ, ഇയാളുടെ അമ്മ ഒറ്റക്കായതുകൊണ്ട് അയാളുടെ അമ്മയെ കൂടി നോക്കുക എന്നുള്ള ജോലി എൻ്റെതായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിൽ നിന്നായിരുന്നു അയാളുടെ അമ്മയെ കൂടി ഞാൻ നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പോകാനുള്ള ക്യാഷ് എനിക്ക് വേണ്ടത്ര ഒത്തിരുന്നില്ല എന്ന് അദ്ദേഹം ഇവർ പറയാണ്. പിന്നെ കാര്യമായിട്ട് ഞങ്ങൾക്ക് എന്തായിരുന്നു, ക്യാഷ് ഇല്ലാത്ത പ്രശ്നമാണ് ഞങ്ങൾ ഈ ഒരു ബ്ലാക്സിൻ്റെ ഇടയിലുള്ളത്. പിന്നെ അദ്ദേഹം പിന്നീട് എനിക്ക് നല്ല കത്തുകളൊക്കെ അയച്ചു. ആ കത്തിൽ അദ്ദേഹം പറയും, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ജയിലിൽ കിടക്കുന്നത്. എന്താണ്, നമുക്ക് ഇങ്ങനെ ഒരു മോചനം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഭൂമി ഉണ്ടാകും, അല്ലേ, നമുക്ക് നമ്മുടെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് നമ്മുടേതായിട്ട് ഭൂമിയും ഭക്ഷണവും ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റും, നമ്മുടെ അജ്ഞതയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വെച്ച് ഒരു പിന്നെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കത്ത് അദ്ദേഹം അയക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ റീഡ് ദ വേർഡ് പവർ ദ പ്രിസൺ ഹാഡ് ബ്ലാക്ക്ഡ് ഔട്ട്. ആ പവറാണ് നമുക്ക് ഇല്ലാതാക്കിയത്, ഈ പ്രിസൺ കൊണ്ടില്ലാക്കിയ പവറാണ്, അല്ല, അധികാരം എന്നാണ് ആ പവർ. അങ്ങനെ ഈ കത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കത്തൊക്കെ അയക്കുമ്പോഴും ഇത് അങ്ങോട്ടേക്കുന്ന കത്തും ഇങ്ങോട്ടേക്കുന്ന കത്തൊക്കെ പ്രിസണൽ ഓഫീസർ വായിക്കും. കാരണം ഇതിൽ എന്തെങ്കിലും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണത്, അല്ലേ. നോട്ട് ജസ്റ്റ് ഫോർ മീ, ദ പ്രിസൺ ഓഫീസർ റെഡ് ദം ബിഫോർ ഐ കുഡ്. ഹി വാസ് കമ്മിങ് ഹോം ആഫ്റ്റർ ഓൺലി 5 years. പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് വരുന്നത് എന്താണ്,
ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം. ഷീ വാസ് കമ്മിങ് ഹോം ആഫ്റ്റർ ഓൺലി 5 years. അപ്പോൾ ഒരു ഭാഗം എന്താണ്, 5 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് വരാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. That's what seemed to me when I heard. The 5 years were suddenly disappeared. Nothing. There was no whole year still to wait. I showed my little girl his photo again. That's our daddy. He's coming. You are going to see him. She told the other children at school. I have got daddy. Just as she showed off about the kid goat she had at home. അപ്പോൾ പിന്നെ 5 വർഷം കഴിഞ്ഞ് ഇയാൾ വരിക സന്തോഷ വാർത്ത ഞാൻ പിന്നെ പറഞ്ഞു അല്ലേ. അപ്പം മോളോടും പറഞ്ഞു, മോൾക്ക് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കോളൂ ഇടയ്ക്കിടയ്ക്ക്. ഈ സന്തോഷം തൻ്റെ മകള്, ഈ അയാളുടെ മകള് അല്ലേ, ഇവരുടെ മകൾ എന്ത് ചെയ്യാണ്, അവരുടെ കുട്ടികളെയും അവരുടെ സ്കൂളിലെ കുട്ടികളെയൊക്കെ അറിയിച്ചിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കുട്ടിയെ കിട്ടി എന്നുള്ള അല്ലേ. പിന്നെ എന്താ പറയുക, പിന്നെ ഐ ഹാവ് ഗോട്ട് എ ഡാഡി, എനിക്കൊരു അച്ഛനെ കിട്ടി എന്നുള്ള സന്തോഷം ഈ മകള് ഈ കുട്ടികളൊക്കെ പറയുമായിരുന്നു എന്ന് പറയണം. വി വാണ്ടഡ് ഹിം ടു കം ടു വൺസ്. At the same time we wanted time to prepare. His mother lived with one of his uncles. അപ്പോൾ അയാളുടെ അമ്മ ജീവിക്കുന്ന അയാളുടെ അങ്കിളിൻ്റെ കൂടെയാണ് അല്ലേ, അമ്മാവിൻ്റെ കൂടെയാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹം വീട്ടിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Now that his father was dead, there was no house of his father for him to take me to as soon as we married. അതുകൊണ്ട് അദ്ദേഹം അച്ഛന് മരണശേഷം വീടുന്നവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്നെ കല്യാണം കഴിച്ച് ഞാൻ അങ്ങോട്ട് പോകും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം അമ്മ ഉള്ളത് ഇപ്പോൾ അങ്കിളുടെ കൂടെയാണ്, അപ്പോൾ അങ്ങോട്ടും പോകാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെ വീട്ടിൽ തന്നെ പിന്നെ അയാൾക്ക് റൂമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അവരുടെ ലക്ഷ്യം. If there had been time, my father would have cut poles, my mother and I would have baked bricks, cut thatch and built a house for him and me and the child. അപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറി കുറച്ചപ്പുറത്ത് എന്താണ് ഒരു വീടുണ്ടാക്കുന്ന സംഭവം പറഞ്ഞില്ല, എന്താണ് അച്ഛൻ തന്നെയാണ്, ഇവരുടെ അച്ഛൻ തന്നെ എന്താണ് അതിലേക്കുള്ള പിന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടിക്കൊണ്ടുവരുന്നത് അല്ലേ, പൂളുകൾ വടികളൊക്കെ വെച്ചുണ്ടാക്കുകയാണ്. അമ്മ എന്ത് ചെയ്യാണ്, ബ്രിക്ക് കട്ടുണ്ടാക്കുകയാണ്. അത് പിന്നെ ബേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇഷ്ടിക പോലെയുള്ള ബ്രിക്കുകൾ ചൂട് വെച്ച് ഉണ്ടാക്കുകയാണ് അല്ലേ. അങ്ങനെ താച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ ഓലൊക്കെ മടഞ്ഞ് എന്ത് ചെയ്യാണ് അതിൻ്റെ റൂഫൊക്കെ ഉണ്ടാക്കി അല്ലേ. അങ്ങനെ ഒരു വീട് ഈ കുട്ടിക്കും ഇയാൾക്കും പിന്നെ ഇയാൾ വരുമ്പോൾ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ് ഹിയർ. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക്സ്.